എല്ലാവർക്കും നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പരീക്ഷയുടെ പ്രിപ്പറേഷനിലൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോൾ ആ തിരക്കിലേക്കാണ് നമ്മളും പോകുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അതായത് PQ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. ചരിത്രം ഉണ്ടാവും, ഭരണഘടന ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടി ആയിരിക്കും എന്ത് ചെയ്യുക, പോവുക. പ്രധാനപ്പെട്ട ഉദ്ദേശം മെയിൻ ആയിട്ടുള്ള PYQകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സെഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെ? അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഈ പറഞ്ഞ ചോദ്യം വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, അല്ലെ? എവിടെയാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു ആര്? പോർച്ചുഗീസുകാരെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി എവിടെ എത്തിച്ചേർന്ന? കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്നാണ് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പരാമർശിക്കുന്നുണ്ട്. ഇനി മൂന്നാമതൊരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ആശയമാണ് കർത്താസ് എന്നൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. 3 സ്റ്റേറ്റ്മെന്റുകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഈ പറയുന്ന കോഴിക്കോട് ഇവർ കാലെടുത്ത് വെക്കുന്നത് ആദ്യത്തെ യൂറോപ്യന്മാരായിട്ടാണെന്ന് നമുക്കറിയാം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ് എന്ന് മനസ്സിലായി, അല്ലെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് മനസ്സിലായി. അപ്പോ ഈ പറഞ്ഞ 3 മാത്രം എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം, അല്ലെ? 1 ശരിയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് C എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോ എന്ന് പറയാം. അതുപോലെ D എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് പറയാം? വേണ്ട എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഈ കർത്താസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുമായാണ് ബന്ധം, ആരുമായിട്ടല്ല, ബ്രിട്ടീഷുകാരുമായിട്ട് അല്ല. അപ്പോ ഈ കർത്താസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ട്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോർച്ചുഗീസുകാർ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കർത്താസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പോർച്ചുഗീസുകാരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആരുമായിട്ടല്ല, ബ്രിട്ടീഷുകാരുമായിട്ടല്ല എന്ന വസ്തുത കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി? തെറ്റാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നും മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടത്തില്ലേ? ഇനി 3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. 3 ഓപ്ഷൻ ഉള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അതുപോലെ 2 മാത്രമുള്ളത് നമുക്ക് ഒഴിവാക്കാം. ഇനി ആൻസർ ആയിട്ട് നമുക്ക് ഏതേ ഉള്ളൂ? 1ഉം 2ഉം മാത്രമാണ് നമുക്ക് ഉത്തരത്തിൽ വരിക. അപ്പൊ 1ഉം 2ഉമാണ് ഉത്തരമായിട്ട് പറയേണ്ടത്. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് യൂറോപ്യന്മാരുടെ ആഗമനം. നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നത്. മറന്നു പോകരുത്. പോർച്ചുഗീസുകാരുണ്ടതില്, ഡച്ചുകാരുണ്ടതില്, ഫ്രഞ്ചുകാരുണ്ടതില്, ബ്രിട്ടീഷുകാരുണ്ടതില്. ഈ 4 പേരുടെയും വരവ്, ഇന്ത്യയിലേക്കുള്ള വരവും കേരളത്തിൽ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിൽ, അതായത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊസഷൻസ് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് എസ്റ്റാഡോ. ഓക്കെ, എന്താണ് നമ്മൾ അതിന് വിളിക്കുക? എസ്റ്റാഡോ എന്ന് വിളിക്കുക. എസ്റ്റാഡോ ഡെ ഇന്ത്യ എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. എന്താ വിളിക്കുക? എസ്റ്റാഡോ ഡെ ഇന്ത്യ എന്നാണ് നമ്മൾ അതിന് വിളിക്കുക. അപ്പൊ പോർച്ചുഗീസ് പൊസഷൻസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊസഷൻസ് ഇന്ത്യയിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്റാഡോ ഡി ഇന്ത്യ. അത് മറന്നു പോകരുത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങോട്ടേക്ക് വരാം? ഈ പറയുന്ന ചോദ്യം നമ്മുടെ
അനുബന്ധ കാര്യങ്ങളിലേക്ക് വരാം. ചോദ്യം ഇതാണ്: രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം, അതായത് ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ ആ ആക്രമണത്തിന് കൊടുത്തിരുന്ന നാമം എന്താണ്, കോഡ് നെയിം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. എന്താണ്? ഓപ്ഷൻ സി, ബാർബറോസ എന്നതാണ് ഉത്തരമായിട്ട് വരിക. എന്താണ് ഉത്തരമായിട്ട് വരിക? ബാർബറോസ എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇനി ഈ ബാർബറോസയിൽ നിന്നാണ് നമ്മൾ മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് പോകുന്നത്. അതിലേറ്റവും ആദ്യത്തെ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം, അത് മ്യൂണിക് ഉടമ്പടിയാണ്. ഏത് ഉടമ്പടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്? മ്യൂണിക് ഉടമ്പടിയെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ചരിത്രകാരന്മാർ ചരിത്രത്തിലെ വലിയ ചതി എന്ന് വിശേഷിപ്പിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം കൃത്യമായിട്ട് ഓർത്തിരിക്കണേ കുഞ്ഞുങ്ങളെ, മ്യൂണിക് ഉടമ്പടിയാണ്. ഏത് ഉടമ്പടിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മ്യൂണിക് ഉടമ്പടിയാണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുമ്പ് ജർമ്മനിയും ബ്രിട്ടനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരാണ് ഏത്? മ്യൂണിക് ഉടമ്പടി എന്നുള്ളത്. എന്താണ് ഉടമ്പടിയുടെ പേര്? മ്യൂണിക് ഉടമ്പടി. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി എന്നാണ് ചരിത്രകാരന്മാർ ഈ ഉടമ്പടിയെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറന്നുപോകരുത്, പഠിച്ചു വെച്ചേക്കുക. അതേപോലെ ഈ പറയുന്ന ബ്രിട്ടനെതിരെ നടത്തിയ ആക്രമണം, നമ്മൾ കുറച്ചു മുമ്പ് റഷ്യക്കെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പേര് പഠിച്ചു, ജർമ്മനി. ഇനി ഇതേ ജർമ്മനി ബ്രിട്ടനെതിരെ നടത്തിയ ആക്രമണത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് സീ ലയൺ എന്ന് പറയുന്നത്. ഇപ്പൊ ആക്രമണത്തിന്റെ കാലമാണ്. രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ചില പോയിന്റുകൾ, ആനുകാലിക പ്രസക്തിയുള്ള ചില പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ്, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ അവര് ആ ഓപ്പറേഷന് നൽകിയ പേരെന്ത് എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നുള്ളത്. എന്താണ് ആ ചോദ്യത്തിന്റെ ഉത്തരം? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. കുഞ്ഞുങ്ങളെ മറന്നു പോകരുത്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1938 നമ്മൾ ഈ പറഞ്ഞ മ്യൂണിക് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ചരിത്രത്തിലെ വലിയ ചതി എന്നാണ് ചരിത്രകാരന്മാർ ഈ ഉടമ്പടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഈ ഉടമ്പടി സൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ബ്രിട്ടനും അതുപോലെ തന്നെ ജർമ്മനിയും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്നുള്ളത് മറന്നുപോകരുത്. ഇനി ഞാൻ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞ 1990കളിലേക്ക് വരികയാണ്. അവിടെ മാസ്ട്രിച്ച് ഉടമ്പടി എന്നൊരു ഉടമ്പടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ത് ഉടമ്പടിയാണ്? മാസ്ട്രിച്ച് ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. എന്ത് ഉടമ്പടിയാണ് കുഞ്ഞുങ്ങളെ? മാസ്ട്രിച്ച് ഉടമ്പടി എന്ന് പറയും. ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് 1991-92 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1990കൾക്ക് ശേഷം നമ്മൾ വലിയൊരു സംഘടന നിലവിൽ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഒരു ഗ്രൂപ്പ് നിലവിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഘടന എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ഗ്രൂപ്പ് എന്നതിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും. യൂറോപ്യൻ യൂണിയൻ ആണ് ആ ഗ്രൂപ്പ്. ഏതാണ് ആ ഗ്രൂപ്പ്? യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരാൻ കാരണമായ ഉടമ്പടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് മാസ്ട്രിച്ച് ഉടമ്പടിയാണ്. മറന്നുപോകരുത്, ഏത് ഉടമ്പടിയാണ്? മാസ്ട്രിച്ച് ഉടമ്പടിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കുഞ്ഞുങ്ങളെ എന്താണ് കർത്താസ്? ഓർത്തു പറയണം. അത് ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ ഈ പറയുന്ന ലൈസൻസിങ് പോലുള്ള കാര്യമാണ്. എവിടെ ട്രേഡ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സുഗമമായ ട്രേഡിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പോക്കുവരവിന് വേണ്ടിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോക്കുവരവുകൾ സുഗമമാകണം എന്നുണ്ടെങ്കിൽ കർത്താസ് എന്ന് പറയുന്നതില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും. അത് കഴിഞ്ഞാണ് സീ ലയൺ നമ്മൾ പഠിച്ചു. അതുപോലെ എപ്പിക് ഫ്യൂരിയുടെ കാര്യം നമ്മൾ പഠിച്ചു. മ്യൂണിക് എന്ന് പറയുന്ന ഉടമ്പടിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം കൃത്യമായിട്ട് പഠിക്കണം. താഴെ പറയുന്ന സത്യാഗ്രഹങ്ങൾ എന്ത് ചെയ്യുക? ക്രോണോളജിക്കൽ ഓർഡറിൽ അതിനെ തിരിക്കുക. ഇതില് നിങ്ങൾക്ക് ചാന്നാർ ലഹളയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പാലിയം സത്യാഗ്രഹയെ പറ്റിയിട്ടൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഉത്തരം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂടാ? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നടന്നത് പാലിയം സത്യാഗ്രഹം എന്തായാലും വരില്ല, കാരണം അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അല്ലെ. അപ്പൊ ചാന്നാർ ലഹളയുമായി ബന്ധപ്പെടുത്തി 1859 എന്നുള്ള വർഷം നമുക്കറിയാം. അപ്പോ ഇവിടെ ചാന്നാർ ലഹളയെ നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പൊ 2 ആദ്യം വരുന്ന ഒരു ഓപ്ഷൻ ഏതേ ഉള്ളൂ? ബി ഓപ്ഷനല്ലേ ഉള്ളൂ. അപ്പൊ 2, 1, 4, 3 2, 1, 4, 3 എന്ന ക്രമത്തിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില പോയിന്റുകൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം.
603 ദിവസമാണ്, അറിയാം. 24-25 കാലഘട്ടത്തിലാണ്, നിങ്ങൾക്കറിയാം. TK മാധവൻ, അതുപോലെ തന്നെ KP കേശവമേനോൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കരൂർ നീലകണ്ഠപിള്ള, അതുപോലെ CV കുഞ്ഞിരാമൻ, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ മുതലായവരെല്ലാം ഈ പറയുന്ന സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തികളാണ്. അതും നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളാണ്. നിങ്ങൾക്കറിയാം, കുഞ്ഞാപ്പി അല്ലെ, ഈ പറയുന്ന പുലിയ സമുദായത്തിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ബാഹുലയൻ ഈഴവ സമുദായത്തിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റുകളാണ്. ചിലപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഡിഗ്രി ലെവൽ പരീക്ഷ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന SCERT NCERT ഭാഗങ്ങളെല്ലാം വായിക്കാൻ മടിയുള്ളവരാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് അതൊന്ന് വായിച്ചു തന്നിരുന്നെങ്കിൽ എന്ന തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടാലന്റിന്റെ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാനായിട്ട് പറ്റും. 3 വോളിയങ്ങളിലായിട്ട് SCERTയും NCERTയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ഫയലുകൾ ടാലന്റ് അക്കാഡമി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ സ്റ്റോറുകളിലും ലഭ്യമാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാം. ചാന്നാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോയിന്റുകളാണ്. 89-ലാണ് ചാന്നാർ ലഹള അല്ലെ, 89-ലാണ് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കി പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്ന നിലയിൽ ആരെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്? ചാന്നാർ ലഹളയെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട പേരുകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീലം കലാപം, അതുപോലെ തന്നെ നാടാർ ലഹള. ഇതൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ ചാന്നാർ ലഹളയുടെ മറ്റു പ്രധാനപ്പെട്ട പേരുകൾ. അത് ഓർത്തു വെച്ചേക്കുക. ഇനി ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതും മറന്നുപോകരുത്, ഇമ്പോർട്ടൻറ്റ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം നമ്മുടെ വായിലേക്ക് പതിക്കാൻ പോകുന്ന ചെറിപ്പഴമാണ് അവധ് എന്ന് നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. ആരാണത്? ഡൽഹൌസി പ്രഭുവാണ്. ഇനി ഈ അവധ് എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം അടുത്തിടെ ആനുകാലിക പ്രസക്തിയുള്ള വാർത്തകളിൽ കൂടി ഇടം പിടിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആനുകാലിക പ്രസക്തിയുള്ള വാർത്ത? ഈ അവധിനെ യുനെസ്കോ എന്ത് സിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തു? ക്രിയേറ്റീവ് സിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തു. എന്ത് സിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തു? ക്രിയേറ്റീവ് സിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തു. എന്തിന്റെ ക്രിയേറ്റീവ് സിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി. എന്താണ്? ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന് അടുത്തിടെ തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അവധാണ്. ഏതാണ്? അവധാണ്. മറന്നുപോകരുത്, പഠിച്ചു വെച്ചേക്കണം. ഒരു ആനുകാലിക പ്രസക്തിയുള്ള പോയിന്റ് ആണ് കേട്ടോ. അവധാണെന്ന് പഠിച്ചു വെച്ചേക്കണം. ക്രിയേറ്റീവ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തു. ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന തലത്തിലേക്കാണ് അവധ് എന്ത് ചെയ്യപ്പെട്ടത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ആണ്, മറന്നുപോകരുത്. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവാരാണ്? മിതവാദിയാണ് ചോദിച്ചിരിക്കുന്നത്. മോഡറേറ്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബിപിൻ ചന്ദ്രപാൽ ഉണ്ട്, ബാലഗംഗാധര തിലക് ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്. നിങ്ങൾക്കറിയാം ഇത് ആരാണ് ഉത്തരമായിട്ട് വരിക? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലെ. ആരാണ് ഉത്തരമായിട്ട് വരിക? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഉത്തരമായിട്ട് വരിക. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഉത്തരമാണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം ഉത്തരം എന്താണ് വരിക? ഭാരതപ്പുഴയാണ് വരിക. അവിടെ നിന്ന് നമുക്ക് വേമ്പനാട്ട് കായലിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു ഡിഗ്രി പ്രിലിംസിലേക്ക് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാം. ഡിഗ്രി പ്രിലിംസിന്റെ ഒരു റെക്കോർഡഡ് കോഴ്സ് ഉണ്ട്. ഇത്തവണത്തെ ഡിഗ്രി പ്രിലിംസിന് ഒരു പ്രത്യേകതയുണ്ട്. 5, 6, 7, 8, 9 പോസ്റ്റുകൾക്കാണ് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് എഴുതുന്നത്. അപ്പോൾ ആ ഡിഗ്രി പ്രിലിംസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യരുത്? നഷ്ടപ്പെട്ടു പോകൂടാ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ടാലന്റ് അക്കാഡമി ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെക്കോർഡഡ് കോഴ്സ് അവതരിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മറന്നുപോകരുത്. എന്തൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്നുള്ളതിനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ വേമ്പനാട്ട് കായലിലേക്ക് വരാം. വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ്. 96 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്.
ഇനി കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഈ പറയുന്ന സാധനം സ്ഥിതി ചെയ്യുന്നത്. 3 ജില്ലകളിലായിട്ടാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. കൊച്ചി കായൽ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. വീരൻപുഴ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ 1975 തണ്ണീർമുക്കം ബണ്ട് എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. ആ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്, അതും പോയിന്റാണ്. 1955 ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പട്ടം താണുവിള ഉദ്ഘാടനം ചെയ്തതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഈ തോട്ടപ്പള്ളി സ്പിൽവേയും ഏത് കായലിലാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക, വേമ്പനാട്ടാണ്. അതുപോലെ ചില ദ്വീപുകളുണ്ട്, പാതിരാമണൽ, വൈപ്പിൻ, വല്ലാർപാടം, വെല്ലിംഗ്ടൺ, പെരുമ്പളം, കടമക്കുടി. ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, വേമ്പനാടുമായിട്ട് ബന്ധമുള്ള ദ്വീപുകളാണ്. ഇത് പ്രകൃതിദത്തമാണ്. ഓക്കെ, പ്രകൃതിദത്ത ദ്വീപാണ് ഇത്, പാതിരാമണൽ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്, അതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം കേട്ടോ. ഇനി പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലേറ്റവും ആദ്യം നമുക്ക് പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. പൂർണ്ണമായിട്ടും ഇല്ല എന്നുണ്ടെങ്കിലും ഒഴിവാക്കുക എന്നുള്ളത് അതിന്റെ പോയിന്റ് ആണ്. സോ നമുക്ക് ഉത്തരം എന്തായിട്ട് പറയാം, മുകളിൽ പറഞ്ഞവ എല്ലാം എന്ന രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 1991 പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷകളിൽ അത്യാവശ്യം പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ചോദ്യം നമ്പർ 1, ഈ പറയുന്ന 1991 റിഫോംസ് അല്ലെങ്കിൽ 1991 പരിഷ്കാരങ്ങളെ നമ്മൾ വേറൊരു പേരിൽ കൂടെ വിളിക്കും. എന്താണ് ആ പേര്? LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഈ ഒരു പേരിലാണ് നമ്മൾ പൊതുവേ 91 പരിഷ്കാരങ്ങളെ വിശേഷിപ്പിക്കാറ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 91 നമ്മുടെ രാജ്യം കുറച്ചുകൂടെ എന്തായി തുടങ്ങിയത്, ലിബറലായി തുടങ്ങിയത്, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടൊക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ രാജ്യത്ത് സർക്കാരിൻ്റെ ഇടപെടൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. സർക്കാർ എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത്, അതായത് LPGക്ക് മുമ്പ് സർക്കാരിൻ്റെ നിയന്ത്രണം സ്വകാര്യ മേഖലയിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരവും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അത് LPQ എന്ന് പറയുന്ന പരിഷ്കാരത്തിലൂടെയാണ്. LPQ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസിങ് ആണ്, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ് ആണ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയാണ്. ഇത് നിങ്ങൾക്ക് എവിടെ കാണാനായിട്ട് പറ്റും? SCRTയിൽ കാണാനായിട്ട് പറ്റും. എവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്? SCRT 10ാം ക്ലാസ്സിലെ 2ാം ഭാഗത്തിൽ, എനിക്ക് തോന്നുന്നു 10ാം പാഠമോ 7ാം പാഠമോ, ഈ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. LPQ, ലൈസൻസ്, പെർമിറ്റ്, കോട്ട എന്നുള്ളതാണ്, മറന്നുപോകരുത്. അപ്പോൾ നിങ്ങളോടൊരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്, 1991 റിഫോംസ് എന്ന് പറയുന്നത് LPQയിൽ നിന്ന് LPGയിലേക്കുള്ള ഒരു പരിവർത്തനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫ്രം LPQ ടു എന്തോന്നാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്, LPG എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക വളർച്ച ഇന്ത്യ നവസാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? പൂർവേഷ്യൻ രാജ്യങ്ങളിലുണ്ടായ സാമ്പത്തിക വളർച്ച ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസി, അതായത് 1991 റിഫോംസിലേക്ക് പോകാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നതൊരു സ്റ്റേറ്റ്മെന്റിൽ തന്നാൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതും നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റിൽ കാണാം, SCRT പാഠഭാഗത്തിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. SCRTയിൽ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. LPG അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ 1991 റിഫോംസ് നിലവിൽ വരാൻ എന്തൊക്കെയായിരുന്നു സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ് കാരണങ്ങൾ, അതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ 2 പോയിന്റുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക വളർച്ച, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പോയിന്റ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂർവേഷ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന സാമ്പത്തിക വളർച്ച, പിന്നെ LPQ ടു LPG എന്ന് പറയുന്നതിലേക്കുള്ള ഒരു പരിവർത്തനമാണ് 1991 റിഫോംസ്. ആ സമയത്തെ പ്രധാനമന്ത്രി ഓർത്തിരിക്കുക PV നരസിംഹറാവു. ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് മൻമോഹൻ സിംഗ്. ഇവർ രണ്ടുപേരുമാണ് ഈ പരിഷ്കാരങ്ങളുടെ ശില്പികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ പറയുന്ന പരിഷ്കാരം വരുന്നത് പദ്ധതി 8ാം പദ്ധതി, അതായത് 1992-97 കാലയളവിലുള്ള 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് LPG പരിഷ്കാരങ്ങളെ നടപ്പിലാക്കിയത്, മറന്നുപോകരുത്. അതുകൊണ്ടാണ് 8ാം പദ്ധതിയെ നമ്മൾ ഏത് മോഡൽ എന്ന് വിളിക്കുക? റാവു മൻമോഹൻ മോഡൽ എന്ന് വിളിക്കുക. എന്ത് മോഡൽ എന്ന് വിളിക്കൂടാ? റാവു മൻമോഹൻ മോഡൽ എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുക. എന്ത് മോഡൽ എന്ന് വിശേഷിപ്പിക്കും? റാവു മൻമോഹൻ മോഡൽ എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക.
ഇനി ഈ പറഞ്ഞ ന്യൂ ഇക്കണോമിക് പോളിസിയിലെ പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാലോ, 2 നടപടികളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഏതൊക്കെയാ മനസ്സിൽ പറഞ്ഞോ? സ്ട്രക്ചറൽ മെഷേഴ്സ് അല്ലെ, ഘടനാപരമായ നടപടികളും ഉണ്ട്, സ്റ്റെബിലൈസേഷൻ നടപടികളും ഉണ്ട്, സുസ്ഥിരമാക്കൽ നടപടികളും ഉണ്ട്. അതിൽ സ്ട്രക്ചറൽ നടപടികൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം നടപടികളെയാണ് നമ്മൾ സ്ട്രക്ചറൽ നടപടികൾ എന്ന് വിശേഷിപ്പിക്കുക. ഇനി സ്റ്റെബിലൈസേഷൻ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹ്രസ്വകാല നടപടികളെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ എന്ന് വിശേഷിപ്പിക്കുക. ഇനി സ്ട്രക്ചറൽ നടപടികളുടെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര മത്സരക്ഷമത മെച്ചപ്പെടുത്തുക. എന്താണ് മെച്ചപ്പെടുത്തേണ്ടത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സ്ട്രക്ചറൽ നടപടികളെ എന്ത് ചെയ്തിരിക്കുന്നത്, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റെബിലൈസേഷൻ നടപടികളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ നടപടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്ത് അന്നുണ്ടായിരുന്ന വിലക്കയറ്റം എന്ത് ചെയ്യുക, നിയന്ത്രണ വിധേയമാക്കുക, പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കുക, അതുപോലെ ഫോറിൻ റിസർവ് വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ BOP അടവ് ശിഷ്ടത്തിൽ ഉണ്ടായിരുന്ന കമ്മി ഡെഫിസിറ്റ് പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ പണപ്പെരുപ്പം നിയന്ത്രിക്കുക, ഇൻഫ്ലേഷൻ അതാണ് ഉദ്ദേശിച്ചത്. BOP ക്രൈസിസ് ഉണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് പരിഹരിക്കപ്പെടണം. രാജ്യത്തേക്ക് ഫോറിൻ റിസർവ് കൊണ്ടുവരണം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം തുടങ്ങിയവയായിരുന്നു സ്റ്റെബിലൈസേഷൻ നടപടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ സ്ട്രക്ചറലും സ്റ്റെബിലൈസേഷനും ഈ 2 തലത്തിലായിരുന്നു ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് രാജ്യത്ത് നടപടികൾ ഉണ്ടായിരുന്നത്. ആ നടപടികളിൽ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ലോങ് ടേം നടപടികളും സ്റ്റെബിലൈസേഷൻ നടപടികൾ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം നടപടികളുമാണ് എന്ന് ഓർത്തിരിക്കുക. മറന്നുപോലെ കേട്ടോ, ക്ലീൻ ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിലേറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും അല്ലെ. ആദ്യത്തെ ലിഖിത ഭരണഘടനയാണോ നമ്മുടേത്? അല്ല, അത് US അല്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റി. അപ്പോൾ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ് അല്ലെ. പെടാത്തത് ഏതാണെന്നാണ് അല്ലെ. സോറി. ഓക്കെ, സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഓക്കെ, പെടുന്നത് എന്നുള്ളതല്ലല്ലോ പെടാത്തത്. അപ്പോൾ ഒന്നുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യത്തെ ലിഖിത ഭരണഘടന അല്ല, അപ്പൊ പെടാത്തത് എടുത്തു നമ്മൾ. ഒന്നുണ്ട്, ശരി. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, അത് കറക്റ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. അപ്പൊ പെടാത്തതല്ല, പെടുന്നതാണത്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ ഇന്ന സമയങ്ങൾ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ശരി. ഇനി ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഉൾപ്പെടാത്തത് എന്നതാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത് അല്ലെ. 3 വർഷവും 11 ദിവസവും 18 ദിവസവും അല്ല. അപ്പോ 1, 3, 4 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. 1, 3, 4 കൃത്യമായിട്ട് ഓർക്കണം, മറന്നു പോകരുത്. ഓക്കെ, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര നമ്മളെ സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി എന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്ന വാചകങ്ങൾ നിങ്ങൾക്കറിയാം, പ്രിയാമ്പിളിൽ നിന്നുള്ളതാണ് അല്ലെ. ഉത്തരം എന്താണ്? ആമുഖമാണ്. ആമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാചകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം കേട്ടോ. ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാചകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം, മറന്നു പോകരുത്. ഇപ്പൊ സെക്യുലർ എന്നൊക്കെ പറയുന്ന കുറച്ച് വാക്കുകൾ അതിനകത്തുണ്ട്, അതിന്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ചേരുംപടി ചേർക്കുക. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ആർട്ടിക്കിളുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ബാലവേല നിരോധനം എന്ന് പറയുന്നതുണ്ട്. ബാലവേല നിരോധനം എന്ന് പറയുന്നത് വകുപ്പ് 24 ആണ്. സ്വത്തവകാശം എന്ന് പറയുമ്പോൾ 300A ആണ്. അവസര സമത്വം എന്ന് പറയുമ്പോൾ 16 ആണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാകുന്നത് 21A പ്രകാരമാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എന്തായിട്ടായിരിക്കും വരിക? 1C എന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ അത് ഓപ്ഷൻ B ആണ്. 1C ആണ്, അതുകൊണ്ട് ഓപ്ഷൻ E ആണ്. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഉദാഹരണത്തിന് 243I എന്താണ്? 243K എന്താണ്? 324 എന്താണ്? 326 എന്താണ്? 338 എന്താണ്? 340 എന്താണ്? ഈ പിന്നെ നമ്മുടെ 100 ആർട്ടിക്കിൾ 100 എന്തിനെ പറ്റിയാണ് പറയുന്നത്? 80 എന്തിനെ പറ്റിയാണ്? 79 എന്തിനെ പറ്റിയാണ്? 52 എന്തിനെ പറ്റിയാണ്? 124 എന്തിനെ പറ്റിയാണ്? 214 എന്തിനെ പറ്റിയാണ്? തുടങ്ങിയ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത്
വെച്ചേക്കും. 214 എന്ന് പറയുന്ന ഹൈക്കോടതികളെ പറ്റിയുള്ളതാണ്. 124 എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ പറ്റിയിട്ടുള്ളതാണ്. 148 എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലത്തുള്ള ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 52 പറ്റി 52 പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളുകൾ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധമുള്ള ആർട്ടിക്കിളുകൾ പഠിച്ചു വെച്ചേക്കുക. പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിളുകൾ പഠിച്ചു വെച്ചേക്കുക. ലോക്സഭ, രാജ്യസഭ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ആർട്ടിക്കിളുകൾ ഒരുപാട് ചവറ പോലെ പഠിക്കേണ്ട. പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ ഇവർ 3 പേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പഠിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് പഠിക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ഭരണഘടനയ്ക്കകത്ത് ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും പരിശോധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, ഓർക്കുക. ഇനി +2 ലെവലിലെ റെക്കോർഡഡ് ക്ലോസും നമുക്ക് അവൈലബിൾ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയുള്ളതാണ്. ഇപ്പോൾ എല്ലാം ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സിലബസിനകത്ത് പറയുന്നുണ്ട്. അമെൻമെന്റുകൾ എന്ന് പറയുന്ന ഒരു പോർഷനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അമെൻമെന്റുകൾ എന്ന് പറയുന്ന ഒരു പോർഷനകത്ത് പറയുന്നുണ്ട്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാടാ? 91ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇതെല്ലാം പഠിക്കണം കേട്ടോ. 81ഉം 71ഉം ഒക്കെ ഓപ്ഷനിലുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ റീസെന്റ് അമെൻമെന്റുകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിച്ച് വെച്ചേക്കുക. ഓക്കെ. 101 എന്ന് പറയുമ്പോൾ GSTയുമായിട്ട് ബന്ധമുള്ളതാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അടുത്തത് വീണ്ടും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. തുങ്കൻ കമ്മിറ്റി ഉണ്ട്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഉണ്ട്, അശോക് മേത്ത കമ്മിറ്റി ഉണ്ട്, LM സിംഗ്വി കമ്മിറ്റി ഉണ്ട്. ഇതിലിപ്പോൾ ബൽവന്ത് റായ് മേത്ത എന്ന് തുടങ്ങിയാൽ 2D ആണ് അല്ലെ, 2D 57 ആണ്, 2D ആണ്. അപ്പോൾ 2D ഉള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അതിൽ 2 എണ്ണം കിടപ്പുണ്ട്. ഇതും കിടപ്പുണ്ട്, ഏതും കിടപ്പുണ്ടടാ, ഇതും കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേതാണ് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ബൽവന്ത് റായ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അടുത്ത നമ്മൾ എന്ത് ചെയ്യും, അശോക് മേത്തയാണോ, അതുപോലെ PK തുങ്കൻ കമ്മിറ്റി ആണോ, അതുപോലെ LM സിംഗ്വി ആണോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തുങ്കൻ കമ്മിറ്റി ഉണ്ട്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഉണ്ട്, അശോക് മേത്ത കമ്മിറ്റി ഉണ്ട്, LM സിംഗ്വി കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഈ 4 കമ്മിറ്റികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഏതാണ്, 57. അപ്പോൾ 2D ആണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടായി കിട്ടും, ഇത് നിങ്ങൾക്ക് കട്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ C അല്ലെങ്കിൽ B എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നമുക്ക് PK തുങ്കൻ കമ്മിറ്റി എടുക്കാം. തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഏതാ, 89 ആണ് അല്ലെ. തുങ്കൻ കമ്മിറ്റി ഏതാടാ, 89 ആണ്. അപ്പോൾ ഒന്ന് B ഉള്ളത് നമുക്ക് നോക്കാം. ഒന്ന് B അല്ലേ, ഒന്ന് ഇവിടെ B, ഇത് C ആണ്. അപ്പോൾ ഉത്തരം ഏതാ വരിക, ഉത്തരം C ആണ് വരിക. അതായത് 1B, 2D, 3A, 4C. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന 3A അതായത് അശോക് മേത്ത കമ്മിറ്റി 77, 4C LM സിംഗ്വി കമ്മിറ്റി 86. അപ്പോൾ ഈ വർഷങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വർഷങ്ങൾ പഠിക്കുക. ഇവരുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടെ നോട്ട് ചെയ്യുക. അടുത്തത് വീണ്ടും എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹേബിയസ് കോർപ്പസ് ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, മാൻഡമസ് ഉണ്ട്, ക്വോ വാറന്റ് ഉണ്ട്. ഇതിൽ മാൻഡമസ് എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം വി കമാൻഡ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിയായ ജോഡിയിൽ എന്തായാലും C ഉണ്ടാവും. C എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പോയി കിട്ടി അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ D ആവാം അല്ലെങ്കിൽ B ആവാം. ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് അറിയാം, ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. സോ ആൻസർ എന്ത് വരും, B ആണ് വരിക കേട്ടോ. ആൻസർ എന്താണ്, B ആണ് വരിക. അടുത്തത് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. ഈ പറയുന്നതിൽ നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ആൾ ആരേ ഉള്ളൂ, IM വിജയനെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് IM വിജയനെ എന്ത് ചെയ്യാം, കറപ്പിക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണെന്ന് ചോദിച്ചാൽ IM വിജയൻ. ഇനി ലാസ്റ്റത്തെ ചോദ്യമാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായ ക്രിക്കറ്റർ ആര് എന്നുള്ളതാണ് ചോദ്യം. സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, MS ധോണി ഉണ്ട്, രോഹിത് ശർമ്മയുണ്ട്, സൗരവ് ഗാംഗുലി ഉണ്ട്, മറ്റാരുമല്ല തല ഫോർ എ റീസൺ എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആര്, MS ധോണി. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട്, അതായത് 80 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് അടുത്തിടെ ഒരു FD പ്രോഗ്രാം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് SBI ആണ്. അതിൻ്റെ പേരാണ് SBI പേട്രൺസ്. എന്താണ് അതിൻ്റെ പേര്, SBI പേട്രൺസ്. ഓക്കെ. അതുപോലെ MSME മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വായ്പാ സൗകര്യം കൊണ്ടുവന്ന ആളാണ് MSME സഹജ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്, MSME സഹജ്. അതിൻ്റെയും ഓർത്തു വയ്ക്കുക. ഡിജിറ്റൽ ലോണാണ് കേട്ടോ MSME സഹജ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ ലോണാണ്, അത് നോട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു, ചെറിയ ചെറിയ പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ അധികം പോയിന്റുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ ഗുഡ് ബൈ.